നമ്മളെ ഇന്നത്തെ വ്ലോഗ് തലേസ്റ്റർ വ്ലോഗാണ്. എല്ലാവർക്കും ഇത് മുബാറക്ക്. ഇവിടെ നോമ്പിന്റെ ക്ഷീണം അപ്പൊ ജാപ്പൂന് ഡ്രസ് എടുക്കാൻ ഡ്രസ് എടുത്തിട്ടാ കൈസ് മറന്നുപോയി. ഞാൻ എടുത്തത് ടീഷർട്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞ പെരുന്നാക്ക് പള്ളിക്കുമ്പോ ടീഷർട്ട് ഇട്ടുവിടാറ്. അപ്പൊ ഷർട്ട് എടുക്കാൻ പോകുന്നു. അപ്പൊ ഡ്രസ് എടുക്കാൻ പോകുന്നു. ഫജു ഫൈസിനും ഡ്രസ് എടുക്കാനുണ്ട്, മുടി മുറിക്കാനുണ്ട്, എന്തെല്ലാം പണി ബാക്കിയുണ്ട്, എല്ലാ പണിയും ബാക്കിയുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോ അതിന്റെ ഇടയിലെല്ലാം വരും. ഹലോ ഗൈസ്, ഇത് കേട്ടാ ജാപ്പൂന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല. നമ്മൾ ഡ്രസ് എടുക്കാൻ വേണ്ടി പോകാൻ അടിച്ചു. അങ്ങനെ നമ്മൾ ജാപ്പൂന്റെ ലൈറ്റ് ഇല്ലാതെ വണ്ടി കണ്ടിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ലക്ഷ്യസ്ഥാനം ഡ്രസ്സിന്റെ ഷോപ്പാണ്. ഹൈവേയിലെ വലിയ വലിയ വാഹനങ്ങളുടെ ഇടയിൽ കൂടി എന്റെ കുഞ്ഞു വാഹനം ഫാസ്റ്റ് ലൈറ്റ് ഫ്ലാഷ് ഇങ്ങനെ ആക്കല്ലേ. ഞാൻ കത്തിച്ചിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് എന്റെ വണ്ടിയില് സെൽഫ് ഇല്ല, ഓർമ്മ ഇല്ല, ലൈറ്റ് ഉണ്ട്. എന്റെ എല്ലാം ഉണ്ട്, ലൈറ്റ് മാത്രമില്ല. ഓന്റെ ഫോൺ ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഓന്റെ ഫോണിന്റെ ലൈറ്റ് ഇല്ലാതെ ഒന്നും എടുത്തേക്ക്. ഓന്റെ വണ്ടിയിലെല്ലാം ഇതിപ്പോ നടുവെന്ന് പൊട്ടിയിട്ട് പോയിട്ടേ ഒരു ദജ്ജാല് കേറിയിട്ട്. ഓന്റെ വണ്ടിയിലെല്ലാം ഉണ്ട് നോക്കി നോക്കോ. ഓൻ എത്ര ചോട്ട് നോക്കോ. ചോട്ട് സയല് എന്തോ പറഞ്ഞിനി ചൊടിച്ചിട്ട് വണ്ടിന്ന് കീഞ്ഞിട്ട് പോന്ന അപ്സറിനെ നമുക്ക് കാണാം. അപ്സർ മൈൻഡ് ചെയ്യൂ. അപ്സർ ഇച്ചിങ്ങനെ ഇങ്ങനെ ഐസ് നാഗിട്ട് സ്വീപ്പാക്കി. നീ അവനോട് വണ്ടിയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്സർ പോവില്ല, അപ്സർ അങ്ങനെ പോവരുത്. ഞാനൊന്ന് പറഞ്ഞാട്ടാ. ഓ വണ്ടിയിൽ കയറ്റി ഞാൻ കറത്തിട്ട് ഞങ്ങളോട് തടി വെച്ചിട്ട് കയറ്റി എന്തെല്ലോ പറയുന്നത് കഴിഞ്ഞു. നമുക്ക് അറിയുന്നില്ല. പറഞ്ഞിട്ട് പോന്നു. ഭയങ്കര ചൊടിയിലാണ്, സീരിയസ് ആണ്. ചിരിച്ചോണ്ട് ചൊടിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയും ചൊടിക്കാം, ചിരിച്ചുകൊണ്ടുള്ള ചൊടി. അതെങ്ങനെയാണെന്ന് അറിയാൻ ആഷി ബഷീറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആഷി ഫുള്ള് പരാതി പറയുന്നുണ്ട് ഇവരോട്. ആഷി എന്ത് പരാതി പറഞ്ഞ ആഷി? ഇവർക്ക് എന്റെ യൂട്യൂബ് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആക്കാം, അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെടും. എന്തൊരു ഇങ്ങനെയാണ് പറയുന്നത്. ഇവർ തളർത്തുന്നു ഗൈസ് എന്നെ. ആഷിനെ ഞാൻ അങ്ങനെ പറഞ്ഞു വരും. എങ്ങനെ നീലുണ്ട് അതല്ലേ വന്നിനി. ശരിക്കും അങ്ങനെ പറഞ്ഞു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല ഫീലായി വേണ്ടി പറയണ്ട. ഫീലാൻ വേണ്ടിട്ട് ബോഡി ഷേമിംഗ് ആക്കിയത് നല്ല ഫീലിംഗ്. അങ്ങനെ ആയിക്കൂടെ. അങ്ങനെ ഞാൻ ആക്കിട്ടാ ആക്കിട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ആക്കിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ കുട്ടികളുടെ മൂടുണ്ട്. അത് സത്യം തന്നെയല്ലേ. നല്ല ഫീലിംഗ്. ഞാൻ കറുത്തിട്ടുണ്ടോ ചോദിച്ചു. അല്ല ഓനെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ കറുത്തില്ല. പറഞ്ഞില്ല. നീ വെളുത്തില്ല. അപ്പൊ ഞാൻ നീ ജസ്റ്റ് കുറച്ച് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടോ പറഞ്ഞു. പിന്നെ തടി എന്നൊന്നും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ഗൈസ്. അത് ഞാന് നീ എന്തെങ്കിലും ഉണ്ടായിട്ട് അവൻ എന്തെങ്കിലും ഉണ്ടായി ഇതുവരെ. ഓ ഫർദാൻ ടാറ്റ പോവുകയാണ്. അവൻ പോയി ഗൈസ്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ഗൈസ്. വള്ളം കൊടുത്തിട്ടാകുമ്പോ ആശി ഓനും ഫ്രണ്ടായോ? കൊറേ നേരായി. നമ്മളാണ് ഈ കൊടി താജ് സബ്സ്ക്രൈബ് തരണം ഗൈസ്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്ന തളർത്തലാണ്. പക്ഷെ ഞാൻ തളരില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും ബുദ്ധിയില്ലാത്ത കുട്ടിയാണിത്. മലപ്പൊട്ടന്റെ എനിക്കുന്നത് ബുള്ളറ്റ് കാണിച്ച ഓന്റെ മുടിയാന്ന് ഓന്റെ ഹൈലൈറ്റ്. ഇത് ഇവിടെ ഫുള്ള് ചിരണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മുടി വന്ന് ചത്തിട്ട് വരണം. ഇവരെല്ലാം ഫജു അനിയത്തി. ഇതതിന്റെ ഏട്ടൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പൊട്ടനിച്ചത് ഇതാണ്. ഇവർ പറഞ്ഞ പൊട്ടനിച്ച. വലിയ ആളൊക്കെ ചെറിയ ചെക്കൻ ബുഗേർ കളിക്കുന്നുണ്ട്.
വള്ളം കൂട്ടാൻ വരെ അറിയുന്നില്ല ഗൈസ്. ഫുള്ള് ബക്കല്ല പൊട്ടിച്ച് പുകന്റെ വല്ലതും നടക്കുന്നു. അതാ ചെക്കൻ കൂട്ട് നോക്ക്. അച്ചക്കൻ കൂട്ടി യോനോട് കൊറേ സമയം എന്താ എന്റെ മുഖ തോട്ടയാ. എന്തൊക്കെ നടക്കുന്ന് അതും പൊട്ടിച്ച് യോനിക്ക് അറിയില്ല. യോൻ വെറും മൊണ്ണ അല്ല ഒരു മിനിറ്റ് അല്ല നീ ഒന്നും ആക്കി കാണിച്ച ഞാൻ ഈ കുറച്ചാ നീ തരും. എന്തായാലും അടുത്ത ബുക്കിംഗ് കൂടി കുറച്ച് തരണം. അത്ര എന്ത് അത്ര ചെറിയ തോട്ടണ ഇടന്തിരാ. ഈ സീനുള്ള ചാപ്പ് പണ്ടേ വിട്ടതാ. ഞാനെ മോനെ എന്റെ പൊട്ടിയ സാധനം ഉണ്ടായത്. എടാ നിക്ക് നോക്കാനറിയാ വെള്ളം നോക്കൽ ഇങ്ങനെ എറിഞ്ഞാ ചേർന്നാ അതാ ഞാൻ തരണ മാറി ഞാൻ നീ പതിനാറില്ല തിന്നാൻ കിട്ടിയിട്ട് നമ്മളെ കൂട്ടാണ്ട് ഒറ്റക്കന്നെ തിന്നോണ്ട് പോകുന്നുണ്ട്. എടാ തിന്നാന്നടാ കണ്ടാ എനിക്ക് ഇത്ര സമയം നമ്മൾ ഉണ്ടായിനി. തിന്നാൻ കിട്ടിയിട്ടാകുമ്പോ നമ്മളെ വേണ്ട ഒറ്റക്കൻ. അത് നല്ല മനസ്സിൽ ഗൈസ്. റമദാന്റെ സമൂസ എവിടെ അതെന്താ നീ സാലിന് സമൂസ കൊടുക്കാൻ ശശി ആരാക്കി? സാലിന് എന്തോ ആക്കിനോല്ലേ. സാലേ നീ എന്ത് പറഞ്ഞോനെ? ആര് പറഞ്ഞു? അന്തര സാല ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞു. നീ പറ എന്ത് കുറച്ച് ഓനെറിയാ. നീ എറിഞ്ഞാ കൊള്ളില്ല, സയലെറിഞ്ഞാ കൊള്ളില്ല. സയലിന് കോസ്കണ്ട് ഇല്ലപ്പാ. നല്ല എറി. ഹലോ ഞാൻ പറഞ്ഞ സയലിന്റെ ഏറ് കൊള്ളില്ല. ഓന് വെള്ളം കൂട്ടാനും അറിയില്ല, എറിയാനും അറിയില്ല. ഇത്ര പൊട്ടനായി പോയല്ലടാ നീ. സാധനം മേങ്ങുന്നുണ്ടോ? എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇതിനൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. ആ ചിക്കൻ്റെ ചോയ് വിളിച്ചോ. അതെന്താ അത് ഇവിടെ എന്താ സാഹചര്യം വേങ്ങന്ന് പറയുന്നുണ്ട്. വീഡിയോ ഓഫ് ആക്കുമ്പോ സാഹചര്യം വാങ്ങില്ല. വീഡിയോ ഓഫ് ആക്കിയിട്ട് ഇല്ലാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുത്ത് ഗൈസ് സൈല് വാങ്ങിച്ചു. പൊട്ടിക്കൽ അടവില്ലാക്കാൻ കൊടുക്കും. അപ്പൊ കൊട്ട കൊടുക്കും പൊട്ടിക്കും. മുടി കുറിക്കാൻ നോക്കി ഭയങ്കര തിരക്ക്. ഗടി ചെലവില്ല. ബാർബർ ഷോപ്പിന്റെ ഉള്ളിൽ കണ്ടോ ഗൈസ്. ശ്വാസം പെടാൻ വരെ ചെലവില്ല. ഒരു ഇന്നലെ വീട്ടിൽ മുറിച്ച് കുമ്പൻ വണ്ടി എടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത സ്പോട്ട് നോക്കലേ. വളരെ ചൂടാണ്, അതുകൊണ്ട് നല്ല ബോറടിക്കുന്നുണ്ട്. ഒരു കൊടുത്തില്ല. കാട്ടിലെല്ലാം കൊണ്ടുവന്നിട്ട് വീഡിയോ ഫുള്ള് തിരക്ക്. എവിടെ പോയാലും തിരക്ക്. നമ്മളെ പിരാന്തൻ നമ്മളെ രണ്ടാൾ പറ്റിച്ച് നമ്മളെ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അനക്കയില്ല. ഇവിടെ ഫുള്ള് തപ്പ്. ഉസ്മാൻ ഇവർക്ക് നല്ലോണം ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഉസ്മാൻ ഇവര് നമ്മളെ ഫേക്ക് ആക്കി. എടാ അന്യം കൂട്ടറാ. ഉസ്മാനെ കഴിഞ്ഞ് ഉസ്മാനെ കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നുണ്ട്. മജു ഫൈസിന് പാന്റ് എടുക്കുന്നുണ്ട്. ആക്കിബ് റഹ്മാൻ ക്യാമറമാൻ ൊപ്പം എന്റെ ഫ്രണ്ട്സ്
കുയിലേ നിന്റെ പാട്ട് നീ ഒന്നോട് പാടിടുമോ ഗൈസ് വണ്ടി ബൈക്കായി ഗൈസ് ജാപ്പുവിന്റെ വണ്ടി ബൈക്കായി ഗൈസ് വണ്ടി ഗൈസ് എല്ലാം പോയി ഗൈസ് എന്റെ QR കോഡ് വെക്കാം ഗൈസ് എല്ലാരും ഒന്ന് എന്റെ ഗൂഗിൾ പേ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കാം എല്ലാവരും കയ്യിൽ ഇത്ര സഹായിക്കണം എല്ലാവരുടെ വണ്ടിയും ബൈക്കായി ഗൈസ് പെട്രോൾ രക്ഷകനായി സഹൽ 5 റുപ്യയിൽ എടുത്തിട്ട് പെട്രോൾ അടിക്കണം 3 കുപ്പി 3 വണ്ടി ബൈക്കായിട്ടുണ്ട് എത്രാമത്തെ ഷോപ്പ് കൊറേ ഷോപ്പിൽ കയറി പനി വന്നു കൊറേ ഷോപ്പിൽ കയറി ഇത് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് മുടി മുറിക്കാൻ പോയുണ്ട് അടുത്ത ടാസ്ക് സമയം 1 മണിയാകാന് എന്നിട്ട് നമുക്ക് ഇതൊരു ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടാ അടുത്ത മുടി മുറിക്കൽ ചടങ്ങ് ബാക്കിയുണ്ട് ഫൈനലി പാന്റ് കിട്ടി ഗൈസ് പാന്റ് കിട്ടി ഇപ്പൊ എന്തെടുത്ത് ഇപ്പൊ പാന്റ് എടുത്തു ഗൈസ് അപ്പൊ നേരത്തെ എടുത്തു പാന്റ് എടുത്തു ഗൈസ് കൊറേ പാന്റ് എടുത്താ ഇനി അവിടെ പോയില്ലേ ഇനി പാന്റ് എടുക്കാൻ ഗൈസ് ഇനി 11ന്റെ മുടി മുറിക്കാനുണ്ട് ഈലെന്തേനും മുറിക്കാനില്ലേ ഗൈസ് മജു വണ്ടി ഓട്ടുന്നുണ്ട് ഞാൻ ഫജുലൊക്കെ നീ അങ്ങോട്ട് ഞാൻ നടുവിൽ എന്നാ കിട്ടുമെന്ന് വലിയ ഉറപ്പില്ല ഫജു ഒന്ന് വണ്ടി ഓട്ടുന്നത് ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ രാവിലെ കാണാം ഇത്ര ലേറ്റ് ആയിട്ട് ഒരു മാറ്റവും ഇല്ല ഗൈസ് ഫുള്ളാണ് ബാർബർ ഷോപ്പ് ഫുള്ളാണ് ഗൈസ് എത്ര കാത്തു നിന്നിട്ടും ഒരു കാര്യമില്ല പെർഫെക്റ്റ് ഉറങ്ങിക്കോ ഫുള്ള് എല്ലാണുണ്ട് ബാർബർ ഷോപ്പിൽ ജനസൗകര്യം തല്ലും മുടി ഉരിക്കാൻ പോയിട്ട് ആടെ പോസ്റ്റ് ആടെ നിന്ന് ഇപ്പൊ ATM കയറിയിട്ടുണ്ട് ഇവിടെയാണ് സ്വർഗം അതാ കുട്ടറ ആവശ്യം കേശ് എടുക്കുന്നു മേസിന്റെ തണുപ്പൊള്ളാൻ വേണ്ടിട്ട് വെറുതെ ATM കയറിയതാണ് 1 2 നല്ല തണുപ്പുണ്ട് ATM കഴിഞ്ഞ് ചായ പിടിക്കാൻ വന്ന് അപ്പഴെല്ലാം ഉണ്ട് നമ്മളെ അപ്പൊ ഇതിന് എന്താ ബ്രെഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സൈലിക്കാനൊക്കെ സെൽഫി എടുക്കാൻ വന്നു ഗൈസ് നമ്മളെ ചായ ആഗ്രഹിച്ച കടിയൊന്നുമില്ല അജ്ജു ഉണ്ട് ബാവാനഗറിന്റെ മുത്ത് അജ്ജു എന്താ തോന്നുന്നത് ഓന്റെ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇപ്പോൾ സമയം 9:30 ബിഗ് ബോസ് ഹലോ ഫ്രണ്ട്സ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് പോയി അമ്പേ റമദാൻ ഇത് വർക്ക് സബ്സ്ക്രൈബ് ആക്കുക ബെല്ലൈക്കൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക ബൈ ഗൈസ് ടാറ്റ ഇത് വർക്ക്